ചോദ്യം 1. സർവ്വരാജ്യ സഖ്യത്തിൽ അംഗമല്ലാതിരുന്ന രാജ്യമേത്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക, ജർമ്മനി. ശരിയുത്തരം ഓപ്ഷൻ സി, അമേരിക്ക. ഒന്നാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള വേഴ്സേൽസ് ഉടമ്പടിയുടെ ഭാഗമായി 1919 ജനുവരിയിൽ പാരീസിൽ നടന്ന സമാധാന സമ്മേളനത്തിലാണ് സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നാഷൻസ് രൂപീകരിക്കാൻ ധാരണയായത്. സഖ്യത്തിന്റെ ആദ്യ സമ്മേളനം 1920 ജനുവരിയിൽ ലണ്ടനിൽ നടന്നു. സ്വിറ്റ്സർലൻഡിലെ ജനീവയായിരുന്നു സഖ്യത്തിന്റെ സ്ഥിരം ആസ്ഥാനം. 42 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയുടെ ആശയത്തിന് പിന്നിലും ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ച അമേരിക്ക ഒരിക്കലും സംഘടനയിൽ അംഗമായില്ല. 1930കളിൽ അച്ചുതണ്ട് ശക്തികളുടെ അധിനിവേശങ്ങളെ ചെറുക്കാൻ സഖ്യത്തിനായില്ല. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ലീഗ് ഉപേക്ഷിച്ചു. രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ പ്രാഥമിക ലക്ഷ്യങ്ങൾ കാക്കുന്നതിൽ സഖ്യം പരാജയപ്പെട്ടതായി വിലയിരുത്തപ്പെട്ടു. 1946 ഏപ്രിൽ 18 സംഘടനയെ പിരിച്ചുവിട്ടു. ഇതേ തുടർന്ന് ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ടു. ചോദ്യം 2. ഇന്ത്യയിലേക്ക് പുകയില കൊണ്ടുവന്നത് ആര്? കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ. ശരിയുത്തരം ഓപ്ഷൻ ഡി, പോർച്ചുഗീസുകാർ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 1605 അക്ബറുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ പുകയില ആദ്യമായി എത്തിയതെന്ന് കരുതുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. കേരളത്തിൽ പുകയില കൃഷിയുള്ള ജില്ലയാണ് കാസർഗോഡ്. ചോദ്യം 3. നമ്മുടെ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര? കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ 3:2, 4:3, 5:4. ഇതൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ എ, 3:2. 1947 ഭരണഘടനാ സമിതി ദേശീയ പതാകയെ അംഗീകരിച്ചത്. ആന്ധ്ര സ്വദേശി പിങ്കാലി വെങ്കയ്യയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി. 3:2 എന്ന അനുപാതത്തിൽ ദീർഘചതുരാകൃതിയിലുള്ള പതാകയുടെ നടുക്കുള്ള അശോക ചക്രത്തിന് 24 ആരക്കാലുകളുണ്ട്. കൈത്തറി ഖാദി തുണിയിലാണ് പതാക നിർമ്മിക്കേണ്ടത്. ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല കർണാടകയിലെ ഹുബ്ലിയിലാണ്. ചോദ്യം 4. ചെങ്കടലിന് ആ പേര് വന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ രാഷ്ട്രീയം, ചരിത്രം, ധാതുക്കൾ. ഇതൊന്നുമല്ല. ശരിയുത്തരം ഇതൊന്നുമല്ല. വേനൽക്കാലത്ത് ഉപരിതലത്തിൽ വൻതോതിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരിനം ചുവന്ന ആൽഗകളുടെ സാന്നിധ്യം കൊണ്ടാണ് ചെങ്കടലിന് ആ പേര് ലഭിച്ചത്. അറബിക്കടലിന്റെ കൈവഴി ശാഖയായി ചെങ്കടൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് എറിത്രിയൻ കടൽ എന്നാണ്. സൂയസ് കനാൽ ചെങ്കടലിനെ മെഡിറ്ററേനിയൻ കടലുമായി ബന്ധിപ്പിക്കുന്നു. 2200 കിലോമീറ്റർ നീളമുള്ള ചെങ്കടലിന്റെ ശരാശരി വീതി 280 കിലോമീറ്റർ മാത്രമാണ്.